നിങ്ങൾ നിങ്ങൾക്കുള്ളിലെ ദേഷ്യത്തോടും കാമത്തോടും യുദ്ധം ചെയ്ത് ജയിക്കാൻ നോക്കുകയാണെങ്കിൽ ഓർക്കുക, തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം മനുഷ്യൻ വാസ്തവത്തിൽ 99% ജന്തുവാണ്. നിങ്ങളുടെ ബോധമനസ്സ് വെറും 1% മാത്രമാണ്. ഈ 1% വെച്ച് 99%-ത്തിനെതിരെ ജയിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. തന്ത്ര പറയുന്നത് നമുക്കുള്ളിലെ ചോദനകളെ അടിച്ചമർത്താനല്ല, മറിച്ച് അവയെ പൂർണ്ണമായി സ്വീകരിക്കാനും മനസ്സിലാക്കാനുമാണ്. അടിച്ചമർത്തലുകൾ നമുക്കുള്ളിൽ ഒരു നരകം സൃഷ്ടിക്കും. ഒരു വിത്തിനെ നശിപ്പിക്കാതെ അതിനെ മണ്ണിലിട്ട് വളർത്തുമ്പോഴാണ് അത് വൃക്ഷമായി മാറുന്നത്. നമ്മിലെ ജന്തുസഹജമായ ഊർജത്തെ വിവേകത്തോടെ സ്വീകരിക്കുമ്പോൾ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ ദൈവത്വം പുറത്തേക്ക് വരും. ജീവിതമെന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ നദി നമ്മുടെ ശത്രുവായി തോന്നും. എന്നാൽ ഒഴുക്കിനനുസരിച്ച് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ നദി ഒരു തോണിയായി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും. നമുക്കുള്ളിലെ ജന്തുവിനെ വെറുക്കാതെ അതിനോട് കൃതജ്ഞത പുലർത്തുക. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ആത്മീയ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തെയും ആത്മീയതയെയും വേരോടെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം നമുക്കിന്ന്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കുള്ളിൽ വരുന്ന അബോധപരമായ ചോദനകളെ, അതായത് കാമത്തെയും ക്രോധത്തെയും ഒക്കെ നമ്മുടെ ബുദ്ധിയും വിവേചന ശക്തിയും ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതും നിയന്ത്രിക്കുന്നതുമാണ് ജീവനകല എന്നാണ്. എന്നാൽ തന്ത്രശാസ്ത്രത്തിന്റെ പരമമായ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഓഷോ ഈ ചിന്താഗതിയെ പൂർണ്ണമായും തിരുത്തുകയാണ്. തന്ത്രയുടെ ഒന്നാമത്തെ അടിസ്ഥാന പാഠം എന്നത് നിഷേധിക്കുന്നവനാകാതിരിക്കുക എന്നതാണ്. മനുഷ്യനൊരു ജന്തുവാണ്, എന്നാൽ അവനൊരു ജന്തു മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എന്തോ ആണ്. ആ കൂടുതൽ എന്ന ഭാവത്തിന് ഒരിക്കലും തന്നിലെ ജന്തുവിനെ നിഷേധിക്കുവാനും കഴിയില്ല. അതിന് സ്വീകരിക്കേണ്ടി വരും. നമ്മിലെ ആ ജന്തുവിനെ നമുക്കൊരു വശത്തേക്ക് നീക്കിവെക്കാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ വേരുകളിലുള്ളതാണ്. നമുക്കതിനെ സൃഷ്ടിപരമായി ഉപയോഗിക്കേണ്ടി വരും. ഒരിക്കൽ നമ്മൾ നമ്മുടെ ജന്തു പൈതൃകത്തെക്കുറിച്ച് നിഷേധാത്മകമായ രീതിയിൽ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മെ തന്നെ നശിപ്പിക്കുന്നവനായി തീരും. വാസ്തവത്തിൽ നമ്മൾ 99% ജന്തുവാണ്. ഈ 99% ജന്തു പൈതൃകം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു ജന്തുവിന് അതിൻ്റെ അതിജീവനത്തിന് ആവശ്യമായ ചില ചോദനകളുണ്ട്. ഒന്ന് ഭയമാണ്, നിലനിർത്താൻ ഓടി രക്ഷപ്പെടാനുള്ള ചോദന. പിന്നൊന്ന് നമ്മിലുള്ള ക്രോധവും ആക്രമണ വാസനകളുമാണ്. സ്വന്തം അതിർത്തി കാക്കാൻ യുദ്ധം ചെയ്യാനുള്ള ചോദനയാണിത്. മറ്റൊന്ന് കാമമാണ്, വംശം നിലനിർത്താനുള്ള പ്രകൃതിയുടെ ചോദന. മനുഷ്യൻ എത്രയൊക്കെ സിവിലൈസ്ഡ് ആയാലും അവൻ്റെ തലച്ചോറിൻ്റെയും മനസ്സിൻ്റെയും ഉള്ളറകളിൽ ഈ ചോദനകൾ അതിശക്തമായി കിടപ്പുണ്ട്. ആധുനിക ശാസ്ത്രം ഇതിനെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും കാമാതുരനാകുമ്പോഴും ഭയപ്പെടുമ്പോഴും നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നമ്മുടെ ആ 1% ബോധമനസ്സല്ല, മറിച്ച് 99% വരുന്ന അബോധ മനസ്സിലെ ജന്തുവാണ്. നമ്മുടെ ബോധമനസ്സെന്നത് വെറും 1% മാത്രമാണ്. ഇവിടെ നമ്മൾ ഒരു വിഭജനത്തെ സൃഷ്ടിക്കുകയാണെങ്കിൽ ആ 1% ബോധം വെച്ച് 99% വരുന്ന ജന്തുത്വത്തിനെതിരെ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തോൽക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ ഒരിക്കലും നമുക്ക് ജയിക്കാൻ കഴിയില്ല. ആധുനിക മനുഷ്യരിൽ ഇത്രയും അധികം ഇച്ഛാഭംഗവും നിരാശയും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഓരോരുത്തരും തൻ്റെ തന്നെ ജന്തുവിനാൽ വീണ്ടും വീണ്ടും തോൽപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്.
ഒരു പൂവിന് അതിൻ്റെ വേരുകൾക്കെതിരെയോ അല്ലെങ്കിൽ അത് നിൽക്കുന്ന വൃക്ഷത്തിനെതിരെയോ യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ല. നമ്മുടെ ജന്തു പൈതൃകത്തിന് നമ്മൾ എതിരായിരിക്കുമ്പോൾ തന്നെ ആ ജന്തു പൈതൃകത്താലാണ് നമ്മൾ ഓരോ നിമിഷവും പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അതുള്ളത് കൊണ്ടാണ്. നമ്മിലെ ആ ജന്തു ഈ നിമിഷം മരിക്കുകയാണെങ്കിൽ ഉടൻ നമ്മളും മരിക്കും. നമ്മുടെ ബോധമനസ്സ് വെറും ഒരു പൂ പോലെയാണ് നിലനിൽക്കുന്നത്. നമ്മിലെ ജന്തു പൈതൃകം ആ വൃക്ഷവുമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നിഷേധാത്മകൻ ആവാതിരിക്കുക. കാരണം അത് ആത്മഹത്യാപരമാണ്. നമ്മൾ നമുക്കെതിരെ തന്നെ തിരിഞ്ഞ് വിഭജിക്കപ്പെട്ടവനാണെങ്കിൽ ആനന്ദകരമായതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. മറിച്ച് നമ്മൾ നമുക്കുള്ളിൽ ഒരു നരകത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആ നരകം മറ്റൊരിടത്തല്ല, അത് വിഭജിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിളർക്കപ്പെട്ട വ്യക്തിത്വത്തിലാണ് ആ നരകമുള്ളത്. നമുക്കറിയാം, നരകമെന്നത് ഭൂമിശാസ്ത്രപരമായ ഒന്നല്ല. നരകം പൂർണ്ണമായും മനഃശാസ്ത്രപരമാണ്. അതുപോലെ തന്നെയാണ് സ്വർഗവും. സമ്പൂർണമായതും ഏകമായതും ആന്തരികമായ വിഭജനമോ സംഘർഷമോ ഇല്ലാത്ത വ്യക്തിത്വമാണ് സ്വർഗമെന്നത്. അതിനാൽ ഓഷോ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം നിഷേധിക്കുന്നവൻ ആകാതിരിക്കുക എന്നതാണ്. നമ്മെ തന്നെ വിഭജിക്കാതിരിക്കുക, നമുക്കെതിരെ നീങ്ങാതിരിക്കുക, ഒരിക്കലും രണ്ടായി തീരാതിരിക്കുക. നമുക്കുള്ളിലുള്ള ആ ജന്തു അത്രയും ചീത്തയല്ല. ആ ജന്തു ഒരു വലിയ ശക്തിയാണ്. അത് നമ്മുടെ ഭൂതകാലവും ഭാവികാലവും കൂടിയാണ്. കാരണം പലതും അതിൽ മറഞ്ഞു കിടക്കുകയാണ്. അതിനെ തുറക്കുക, അതിനെ വികസിപ്പിക്കുക, അതിനെ വളരുവാൻ അനുവദിക്കുകയും അതിനപ്പുറത്തേക്ക് പോകുകയും വേണം. എന്നാൽ അതുമായി യുദ്ധം ചെയ്യാതെയും ഇരിക്കണം. തന്ത്രയുടെ അടിസ്ഥാന ശിക്ഷണങ്ങളിൽ ഒന്നാണിത്. മറ്റു പാരമ്പര്യങ്ങളെല്ലാം തന്നെ ഭിന്നതയുണ്ടാക്കുന്നവയാണ്. അവ നമ്മളെ വിഭജിക്കും, അവ നമ്മിൽ ഒരു യുദ്ധത്തെ സൃഷ്ടിക്കും. എന്നാൽ തന്ത്ര ഇവിടെ ഭിന്നിപ്പിക്കുന്നില്ല, അതൊരിക്കലും യുദ്ധത്തിൽ വിശ്വസിക്കുന്നുമില്ല. തന്ത്ര എന്നത് തീർത്തും രചനാത്മകമാണ്. ഇല്ല എന്ന് പറയുന്നതിൽ തന്ത്ര വിശ്വസിക്കുന്നില്ല. തന്ത്ര വിശ്വസിക്കുന്നത് അതെ എന്ന് പറയുന്നതിലാണ്. നമ്മുടെ മുഴുവൻ ജീവിതത്തോടും ശരി എന്ന് പറയുന്നതിലാണ്. ആ ശരിയിലൂടെ ഒരു പരിവർത്തനം സംഭവിക്കും. എന്നാൽ ഇല്ല എന്നതിലൂടെ ഉപദ്രവം മാത്രമാണ് ഉണ്ടാവുക. ഒരു പരിവർത്തനവും അവിടെ സാധ്യമല്ല. നോക്കൂ, ആരോടാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളോട് തന്നെയോ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജയിക്കുവാൻ കഴിയുക? നമ്മിലെ ഭൂരിഭാഗവും ആ ജന്തുവിൽ നിന്നുള്ളതാണ്. അതിനാൽ തന്നെ ഭൂരിഭാഗമായുള്ളത് ജയിക്കുമെന്ന് ഉറപ്പുമാണ്. അതിനാൽ യുദ്ധം ചെയ്യുന്നവർ തങ്ങളുടെ തന്നെ പരാജയങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരാജയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി യുദ്ധം ചെയ്യുക. എന്നാൽ നമ്മൾ ജയിക്കുവാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ യുദ്ധം ചെയ്യാതിരിക്കണം. വിജയം വിവേകത്തെയാണ് ആവശ്യപ്പെടുന്നത്, അല്ലാതെ യുദ്ധത്തെയല്ല. നമ്മുടെ ജന്തു പൈതൃകത്തെ ശത്രുവായി കാണാതെ അതിനെ ഉള്ളിലെ പരമമായ ചൈതന്യത്തിലേക്കുള്ള ഒരു വിത്തായി സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയത ആരംഭിക്കുന്നത്. വിഭജനങ്ങളില്ലാത്ത ആ ഏകത്വത്തിൽ നമ്മെ നമുക്ക് പരമശാന്തിയായി ദർശിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് നമ്മിലെ ജന്തുത്വത്തെ നിഷേധിക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നാണ്. ഇനി നമ്മൾ ആ ജന്തുത്വത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ആരംഭിച്ച് മതം സൃഷ്ടിച്ച കൃത്രിമമായ മതിലുകളെ തകർത്ത് എങ്ങനെ യഥാർത്ഥ ആത്മീയതയിലേക്ക് വളരാം എന്നാണ് വിശദീകരിക്കുന്നത്. ഓഷോ പറയുന്നു, നമുക്കുള്ളിലെ ചോദനകളെ അടിച്ചമർത്തുന്നത് വിവേകമല്ല, മറിച്ചത് അവിവേകമാണെന്ന്. നൂറ്റാണ്ടുകളായി മതങ്ങളും സമൂഹവും നമ്മെ പഠിപ്പിച്ചതും നമുക്കുള്ളിലെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും അടിച്ചമർത്താനാണ്. കാമത്തെയും ക്രോധത്തെയും പാപമായി കാണാനാണ്. എന്നാൽ തന്ത്രശാസ്ത്രം പറയുന്നത് ഈ അടിച്ചമർത്തൽ നമ്മെ കൂടുതൽ രോഗാതുരമാക്കുകയേ ഉള്ളൂ എന്നാണ്.
നോക്കൂ, നമ്മളൊരു വികാരത്തെ ഉള്ളിലേക്ക് അടിച്ചമർത്തുമ്പോൾ നമ്മൾ അതിനെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ അബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് അതിനെ തള്ളിയിടുകയാണ്. അവിടെ കിടന്നത് കൂടുതൽ ശക്തമാവുകയും ഒടുവിൽ വികൃതമായ രൂപത്തിൽ പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് തന്ത്രയുടെ പാത അടിച്ചമർത്തലിൻ്റെതല്ല, മറിച്ച് തിരിച്ചറിവിൻ്റെയും പരിവർത്തനത്തിൻ്റെതുമാണ്. തന്ത്രശാസ്ത്രത്തിലെ അഹിംസ എന്നാൽ ജീവജാലങ്ങളെ കൊല്ലാതിരിക്കുക എന്നത് മാത്രമല്ല. അതിൻ്റെ ഏറ്റവും ആഴമേറിയ അർത്ഥം തന്നോട് തന്നെ ഹിംസ ചെയ്യാതിരിക്കുക എന്നതാണ്. നമ്മൾ നമ്മളിലെ പ്രകൃതിയോടും ജന്തുത്വത്തോടും യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ വലിയൊരു ഹിംസയാണ് പ്രവർത്തിക്കുന്നത്. തൻ്റെ ശരീരത്തോടും ലൈംഗികതയോടും വികാരങ്ങളോടും യുദ്ധം ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അഹിംസാവാദിയാകാൻ കഴിയില്ല. അവനുള്ളിൽ എപ്പോഴും ക്രോധവും അക്രമവാസനയും ചുമക്കുന്നവനായിരിക്കും. തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളോട് തന്നെ കരുണയുള്ളവനായിരിക്കാനാണ്. നമുക്കുള്ളിലുള്ളതിനെ അതേപടി സ്വീകരിക്കുക, അതാണ് തന്ത്രയുടെ അഹിംസ. സമൂഹം നമുക്ക് ചുറ്റും കൃത്രിമമായ ഒരുപാട് നിയമങ്ങളും ധാർമ്മികതകളും കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതൊരു മനോഹരമായ കൊട്ടാരം പോലെ തോന്നാം, പക്ഷെ അത് നമ്മുടെ ആത്മാവിനെ തടവിലിട്ടിരിക്കുന്ന ഒരു ജയിലാണ്. ഈ കൃത്രിമ സൗധങ്ങൾ തകർന്നടിയണം. നമ്മൾ നമ്മുടേതല്ലാത്ത സമൂഹം അടിച്ചേൽപ്പിച്ച ഒരു മുഖംമൂടി അണിഞ്ഞു നടക്കുമ്പോൾ നമുക്കൊരിക്കലും സത്യത്തെ ദർശിക്കാൻ കഴിയില്ല. ആ കൃത്രിമമായ ധാർമ്മികതയുടെ കോട്ടകൾ തകരുമ്പോൾ മാത്രമാണ് നമുക്കുള്ളിലെ യഥാർത്ഥ മനുഷ്യൻ ഉണരുന്നത്. ആ തകർച്ച ഒരുപക്ഷെ ഭയമുണർത്തുന്നതായിരിക്കാം, എന്നാൽ ആ സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു പ്രഭാതം ഉണ്ടാവുകയുള്ളൂ. തന്ത്രം ഒരിക്കലും പ്രകൃതിയെ നിഷേധിക്കുന്നില്ല. പ്രകൃതിയാണ് തന്ത്രയുടെ അടിത്തറ. ആ അടിത്തറയിൽ നിന്നാണ് പരമാത്മാവിലേക്കുള്ള ഗോവണി ആരംഭിക്കുന്നത്. ലൈംഗികത എന്ന പ്രകൃതിദത്തമായ ഊർജത്തെ പ്രണയമായും, പ്രണയത്തെ പ്രാർത്ഥനയായും, പ്രാർത്ഥനയെ പരമാനന്ദമായും പരിവർത്തനം ചെയ്യുന്ന വിദ്യയാണ് തന്ത്രം. നമ്മൾ വേരുകളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ വൃക്ഷത്തിൽ പൂക്കൾ വിരിയുകയുള്ളൂ. നമ്മുടെ ജന്തുത്വത്തെയും പ്രകൃതിയെയും പൂർണ്ണമായി അംഗീകരിച്ച് വിവേകത്തോടെ അതിന് മുകളിലേക്ക് വളരണം. യുദ്ധം ചെയ്യാതെ, വിഭജനങ്ങളില്ലാതെ സമഗ്രമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ഉണരണം. ഇതാണ് തന്ത്രയുടെ രണ്ടാമത്തെ പാഠം. നമുക്കുള്ളിലെ സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് കൃത്രിമമായ മുഖംമൂടികൾ അഴിച്ചുവെച്ച് പ്രകൃതിയോട് സന്ധി ചെയ്യുമ്പോഴാണ് മനുഷ്യൻ അമൃതത്വത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നത് എന്നാണ്.